നമസ്കാരം. പ്രധാന വാർത്തകൾ. UN അവാർഡ് നേടിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വ്യാഴാഴ്ച തൊടുപുഴയിൽ സ്വീകരണം നൽകും. എഞ്ചിനീയറിംഗ് പ്രവേശനം അട്ടിമറിക്കുന്ന UDF സർക്കാർ നയത്തിനെതിരെ SFI നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ച്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF നടത്തുന്ന ജാഥകൾക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. വിശദമായ വാർത്തകളിലേക്ക്. UN അവാർഡ് നേടിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വ്യാഴാഴ്ച തൊടുപുഴയിൽ ഉജ്ജ്വല സ്വീകരണം നൽകും. വൈകിട്ട് 5-ന് തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിലാണ് സ്വീകരണമെന്ന് DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് പറഞ്ഞു. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, UDF കൺവീനർ PP തങ്കച്ചൻ, AICC സെക്രട്ടറി VD സതീശൻ, PC വിഷ്ണുനാഥ് MLA തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ നിര തന്നെ സമ്മേളനത്തിനുണ്ടാകും. LDF ഉയർത്തുന്ന വ്യാജ ആരോപണങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പാർട്ടി സംരക്ഷണം നൽകുമെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞു. ജോസ് തെറ്റയിലിനെ ന്യായീകരിക്കുന്ന LDF നയം ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബന്ധമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയും നേരിട്ട് ഒരു പെൺകുട്ടി പ്രതിപക്ഷത്തോട് MLAയും മുൻ മന്ത്രിയും തന്നെ പീഡിപ്പിച്ചു എന്ന് രേഖാമൂലം പരാതി നൽകുകയും ചെയ്തിട്ടും അവിടെ രാജി വേണ്ട എന്ന് വ്യത്യസ്തമായ നിലപാട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. ആദ്യം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ അച്യുതാനന്ദനും അതുപോലെ തന്നെ CPIയും ഒക്കെ അവരുടെ നിലപാട് പറഞ്ഞിരുന്നത് വ്യത്യസ്തമായി. രാജിവെക്കണം, 2-3 ദിവസം അതിനു വേണ്ടി കാക്കണം, അതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെയൊക്കെ നാവ് ഇപ്പോ അടങ്ങിയിരിക്കുകയാണ്. പാർട്ടി സംസ്ഥാന തലത്തിൽ തന്നെ തീരുമാനമെടുത്തു. അങ്ങനെയൊരു ധാർമ്മികതയുടെ പേരിലുള്ള രാജി ആവശ്യമില്ല. അപ്പൊ ആ നിലപാടിലേക്ക് തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും അത് അംഗീകരിച്ചു മാറി. CPIയുടെയും ആദ്യത്തെ നിലപാട് അവരിൽ നിന്ന് പിന്നോട്ട് പോയി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് കാണുന്ന ഒരു ഇരട്ടത്താപ്പ് സമീപനം. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ രാജിക്ക് വേണ്ടി മറുപടി കൂട്ടുന്നു, ജനാധിപത്യപരമായ മാർഗങ്ങളെല്ലാം കൈവിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ വഴിയിൽ തടയുന്നത് ഉൾപ്പെടെയുള്ള എല്ലാവിധ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനേക്കാൾ വളരെ വലിയ തെറ്റ് ചെയ്ത അവരോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി ഒടുവിലാണ്, എവിടെയാണെന്ന് അറിയത്തില്ല, എത്രയോ ദിവസങ്ങളായി, ആർക്കും അറിയത്തില്ല. ഭാര്യ ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് എവിടെയാണെന്ന് ഒരു അറിവില്ലെന്നാണ്. അങ്ങനെ ഒരു ഒളിവുവാസം അനുഭവിക്കുന്ന ഒരു ജനപ്രതിനിധി രാജിവെക്കണ്ട എന്ന തീരുമാനവും കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചു. ഇത് ധാർമ്മികതയാണോ, ഇത് നീതിയാണോ എന്നുള്ളതൊക്കെ അവർ പരിശോധിക്കേണ്ടത്. ഇതാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തില് മുന്നോട്ട് പോകാനുള്ള കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശ്രമം കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ എഞ്ചിനീയറിംഗ് പ്രവേശനം അട്ടിമറിക്കുന്ന UDF സർക്കാർ നയത്തിനെതിരെ SFI നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി. പ്രകടനക്കാർ താലൂക്ക് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. താലൂക്കിൽ SFI പഠിപ്പ് മുടക്കി സമരത്തിനും ആഹ്വാനം ചെയ്തിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയിരുന്ന വിദ്യാർത്ഥികളെ സമന്മാരായി കണ്ടുകൊണ്ട് അർഹതയുള്ളവർക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നാട്ടിൽ വിലക്കയറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ, ഇന്ധന വിലവർദ്ധനവ്, ഇതെല്ലാം പോയി വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. ായാലും വിദ്യുച്ഛക്തി രംഗമായാലും ഏത് വകുപ്പുകൾ എടുത്തു നോക്കിയാലും കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF നടത്തുന്ന ജാഥകൾക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ലഭിച്ചു. 6 ജാഥകളാണ് ജില്ലയിൽ പര്യടനം നടത്തുന്നത്.
CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരിയുടെ നേതൃത്വത്തിലുള്ള ജാഥയാണ് തൊടുപുഴ ഏരിയയിൽ പര്യടനം നടത്തുന്നത്. തൊടുപുഴ ജ്യോതി സൂപ്പർ ബസാറിൽ നൽകിയ സ്വീകരണത്തിൽ ജാഥ ക്യാപ്റ്റൻ KP മേരി, VV മത്തായി, മാത്യു വർഗീസ്, K സലീംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് പണം വാങ്ങിയതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ജോപ്പനെ ആ തെളിവെടുപ്പിന് വേണ്ടി എവിടെ കൊണ്ടുവരണം? മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിൽ ജോപ്പനെ കൊണ്ടുവരണം. എന്നാൽ ഇന്ന് മനോരമ പത്രമടക്കം പത്രങ്ങൾ വായിച്ചു നോക്കി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തെളിവെടുപ്പിന് കൊണ്ടുവരുന്നില്ല. നോക്കൂ, ഇവിടെ തിരുവഞ്ചൂരിലെ പോലീസിന്റെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. തെളിവെടുപ്പിന് കൊണ്ടുവരുന്നില്ല. ഞങ്ങൾ ഈ റോഡിന്റെ സൈഡിൽ നിന്ന് പ്രസംഗിച്ചാൽ ഞങ്ങൾക്കെതിരെ പോലീസ് കേസെടുക്കും. ഈ തരത്തിൽ ജോപ്പനെ പോലുള്ള തെമ്മാടികൾ, ജോപ്പനെ പോലുള്ള ക്രിമിനലുകൾക്ക് എല്ലാവിധ സഹായവും കേരളത്തിലെ പോലീസ് ചെയ്തു കൊടുക്കുന്നു, ആഭ്യന്തര വകുപ്പ് ചെയ്തു കൊടുക്കുന്നു. ഇയാളെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടക്കുന്നില്ല, മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറയുന്നു. സുഹൃത്തുക്കളെ, അവിടെ വെച്ച് ഒരു പണി നടക്കുമ്പോൾ, അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഇത്തരം വൃത്തികേട് നടക്കുമ്പോൾ അതിന് ഉത്തരവാദി ഓഫീസിന്റെ അധികാരിയായിട്ടുള്ള ഉത്തരവാദിയ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തേ മതിയാകൂ. ആ ചോദ്യം ചെയ്യാൻ ആരെയാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുള്ളത്? മുഖ്യമന്ത്രിയെ കീഴുദ്യോഗസ്ഥനായി മുഖ്യമന്ത്രിയെ കണ്ടാൽ മൂത്രമഴിക്കുന്ന, മുഖ്യമന്ത്രിക്ക് അടിക്കടി സല്യൂട്ട് അടിക്കുന്ന ADGP ആണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കി റവന്യൂ ജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രദർശനം ജൂലൈ 4 തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ നടക്കും. പ്രതിഭ തെളിയിച്ച 130 കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഓരോ വർഷവും 2 ലക്ഷം പ്രതിഭകളെ കണ്ടെത്തുക എന്ന ദേശീയ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നതെന്ന് മുഖ്യ സംഘാടകരായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് PS ഇസ്മായിൽ, സീനിയർ സൂപ്രണ്ട് ബേബിച്ചൻ CJ, സൂപ്രണ്ട് AN പത്മകുമാർ, മാത്യു തോമസ് എന്നിവർ പറഞ്ഞു. രാവിലെ 9 മണി മുതൽ ശാസ്ത്ര പ്രതിഭകളുടെ ഒരു എക്സിബിഷൻ നടത്തുന്നു. ഓരോ സ്കൂളിൽ നിന്നും ആ സ്കൂളിലെ ഏറ്റവും നന്നായിട്ട് ശാസ്ത്ര വിഷയങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു കുട്ടിയെ തെരഞ്ഞെടുത്ത് ജില്ലാതലത്തിൽ നമ്മൾ നടത്തുന്ന ഈ എക്സിബിഷനിൽ അവർ പങ്കെടുക്കുന്നു. നമ്മുടെ ജില്ലയിൽ നിന്നും ഈ വർഷം 130 കുട്ടികൾ ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഇൻസ്പയർ അവാർഡ് എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച്, അതിന്റെ ഷോർട്ട് ഫോമാണ് ഇൻസ്പയർ അവാർഡ്. കേന്ദ്ര ശാസ്ത്ര വകുപ്പിന്റെ കീഴിൽ ഓരോ വർഷവും 2 ലക്ഷം ശാസ്ത്ര പ്രതിഭകളെ ദേശീയ തലത്തിൽ കണ്ടെത്തുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഈ പങ്കെടുക്കുന്ന ഓരോ കുട്ടിക്കും 5000 രൂപ വീതം അഡ്വാൻസ് ആയിട്ട് ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഓരോ സ്കൂളിൽ നിന്നും ഹെഡ്മാസ്റ്റർ തിരഞ്ഞെടുത്ത് തരുന്ന കുട്ടികൾക്ക് 5000 രൂപ വീതം നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനുള്ള പ്രോജക്ട് തയ്യാറാക്കുന്നതിനും അവരുടെ യാത്രാ പഠനത്തിനും ചെലവാക്കുന്നതിനു വേണ്ടിയാണ് ഇത് നൽകിയിട്ടുള്ളത്. 3 പേരടങ്ങുന്ന ഒരു ജഡ്ജിംഗ് പാനലായിരിക്കും ഇത് തെരഞ്ഞെടുക്കുക. ഓരോ ഇനത്തിലും, അതായത് സ്റ്റിൽ മോഡൽ, പ്രോജക്ട്, വർക്കിംഗ് മോഡൽ, ഈ 3 ഇനത്തിലായിട്ട് പ്രദർശനം നടക്കും. പ്രദർശനം നടക്കുന്ന സ്കൂളുകളുടെ എണ്ണം നോക്കിയിട്ട് അതിൽ നിന്ന് 10% പേരെ തെരഞ്ഞെടുക്കുന്നു. ആ 10% പേർ സംസ്ഥാന തലത്തിലുള്ള മത്സരത്തിൽ പങ്കെടുക്കും. തൊടുപുഴയിൽ പൊതുശ്മശാനം 3 മാസത്തിനകം യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി സ്വാമി അയ്യപ്പദാസ്. ഗാന്ധി ജയന്തി ദിനത്തിൽ 2ാം ഘട്ട സമരത്തിന് തുടക്കമിടും. മുനിസിപ്പാലിറ്റി വേണ്ടത്ര മുൻകരുതലെടുത്തിരുന്നെങ്കിൽ ഇപ്പോഴുള്ള നിയമതടസ്സം ഒഴിവാക്കാമായിരുന്നു. സമരത്തിന് മുനിസിപ്പൽ ചെയർമാൻ തന്നെ മുൻകൈയെടുത്താൽ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കാൻ തയ്യാറാണെന്നും സ്വാമി അയ്യപ്പദാസ് പറഞ്ഞു. മുണ്ടേക്കല്ലിൽ പൊതുശ്മശാനത്തിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഏതാണ്ട് 10 വർഷമായിട്ട് തൊടുപുഴ മുനിസിപ്പാലിറ്റി അതിന് മുനിസിപ്പാലിറ്റിയോട് അഹോരാത്രം എന്ന് പറയത്തക്ക നിലയിൽ ഒരു പൊതുശ്മശാനത്തിന് വേണ്ടിയുള്ള മുറവിളി കൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2012 ജൂലൈ മാസം 5-ാം തീയതി കൊട്ടിഘോഷിച്ച് തറക്കല്ലിട്ട 6 അടി മണ്ണിൻ്റെ ജന്മികൾ ഉറങ്ങേണ്ട സ്ഥലത്തിൻ്റെ മധ്യത്തിലാണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. 1 വർഷം പൂർത്തിയായിട്ട് ഒരു തൂമ്പ കിളയ്ക്കാനോ ഇട്ട കല്ലിൻ്റെ മുകളിൽ ഒരു കല്ല് വയ്ക്കുന്നതിനോ ഇവിടെ ആർക്കും സാധിച്ചിട്ടില്ല. ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അശരണരായ ഹിന്ദു ജനങ്ങളോടുള്ള അവഗണന മാത്രമായിട്ടേ ഇതിനെ കാണാൻ സാധിക്കുന്നുള്ളൂ. 1 സെൻറ്റോ 2 സെൻറ്റോ ഭൂമിയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ
അവശ്യ വിഭാഗങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുക്കള തോണ്ടിപ്പോലും മൃതദേഹങ്ങൾ മറവു ചെയ്യേണ്ടുന്ന അവസ്ഥ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിലനിൽക്കുന്നത് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ധർമ്മസമരത്തിന് തയ്യാറായത്. ബഹുമാന്യനായ എംപിയും സ്ഥലം MLA കൂടിയായിട്ടുള്ള മന്ത്രിയും രണ്ടുപേരും കൂടിച്ചേർന്ന് 3 മാസത്തിൻ്റെ ഉള്ളിൽ എന്നൊരാളും 1 വർഷത്തിനുള്ളിൽ എന്ന് മറ്റൊരാളും പറഞ്ഞിട്ട് ഇത് രണ്ടും കഴിഞ്ഞിട്ടും കോരന് കുമ്പിളിൽ തന്നെയാണ് കഞ്ഞി. ഇത് ഇനി ഇവിടുത്തെ സമൂഹം സമാജം അംഗീകരിക്കുന്ന പ്രശ്നമില്ല. 90 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ പണി പൂർത്തിയാക്കാൻ തയ്യാറാകാത്ത പക്ഷം ഒരു ജീവൻ മരണ സമരത്തിലേക്കായിരിക്കും ഇവിടുത്തെ ഹൈന്ദവ ജനതയെ തള്ളിയിടുക എന്നുള്ള വസ്തുത എല്ലാവരും ഓർമ്മിക്കുന്നത് നന്ന്. ഒക്ടോബർ മാസം 2-ാം തീയതി ഗാന്ധി ജയന്തിയാണ്. അന്നത്തെ ദിവസം വരെ ഞങ്ങൾ സഹിക്കാനും ക്ഷമിക്കാനും തയ്യാർ. ഇപ്പോൾ നിർദ്ദിഷ്ടമായിട്ടുള്ള പ്ലാൻ അനുസരിച്ചിട്ട് ഈ ശ്മശാനം നിർമ്മിക്കുന്നതിന്, ആ കെട്ടിടം നിർമ്മിക്കുന്നതിന് മാക്സിമം 60 ദിവസമേ വേണ്ടൂ. പക്ഷേ വീണ്ടും ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. 90 ദിവസത്തെ അവധി നൽകുന്നു. അതിനിടയ്ക്ക് ഇത് പൂർത്തിയാകാത്ത പക്ഷം ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരുപക്ഷെ ക്രമസമാധാന തകർച്ചയ്ക്കോ അല്ലെങ്കിൽ അതിരൂക്ഷമായ സമരങ്ങൾക്കോ ഈ ഹൈന്ദവ ജനതയെ തള്ളിവിടുക എന്നുള്ള കർത്തവ്യമായിരിക്കും ഇത് അലംഭാവത്തോടുകൂടി മാറ്റുന്നവർ ചെയ്യുന്നത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ലയൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. പ്രൊഫസർ KM തോമസിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളാണ് ചുമതലയേറ്റത്. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് V. അമരനാഥ് സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് നിർവഹിച്ചു. തോമസിന്റെ സഹഭാരവാഹികളെയും ആദ്യമായി ഞാൻ അഭിനന്ദിക്കുക. ലയൺസ് ക്ലബിനെ പറ്റി പറയുമ്പോൾ ജോസുകളെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊടുപുഴയിൽ വിവിധങ്ങളായ പ്രോജക്റ്റുകൾ അവതരിപ്പിച്ചുകൊണ്ട് തൊടുപുഴയിലെ അവശ്യ ജനവിഭാഗങ്ങൾക്ക് മോചനത്തിന് വേണ്ടിയുള്ള ധാരാളം പാതകൾ വെട്ടിത്തുറന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യമായി നിമരരഹിത തൊടുപുഴയാക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞമാണെന്ന് എനിക്ക് തോന്നുന്നു ലയൺസ് ക്ലബ്ബ് ആദ്യം ആരംഭിച്ചത്. അതിനുശേഷം വിവിധങ്ങളായ പ്രോജക്റ്റുകൾ ഇവിടെ നടപ്പിലാക്കി വരുന്നു. ഇപ്പോൾ ഇവിടെ പുതിയതായി അധികാരമേറ്റ തോമസിന്റെ ഭാരവാഹികളും മറ്റു സഹപ്രവർത്തകരും 2013-14 പ്രോജക്റ്റുകൾ. ഉത്തരാഖണ്ഡ് ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുള്ള ധനശേഖരണം നടന്നു. തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ധനശേഖരണമാണ് നടന്നത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് TJ ജോസഫ് നേതൃത്വം നൽകി. ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടി സഹായമെത്തിക്കുവാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങളും ഭാഗവാക്കാകുവാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ ഫണ്ട് സമാഹരണത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങളും ഭാഗവാക്കാകുവാൻ വിനയപൂർവ്വം ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ ദുരിതമനുഭവിക്കുന്ന ഉത്തരാഖണ്ഡ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള ഉത്തരാഖണ്ഡ് സഹായനിധി തൊടുപുഴ പട്ടണത്തിൽ നിന്ന് സമാഹരിക്കുകയാണ്. ഫെഡറൽ ബാങ്ക് നടത്തുന്ന ക്യാമ്പസ് പ്ലേസ്മെന്റ് ജൂലൈ 4-5 തീയതികളിൽ ന്യൂമാൻ കോളേജിൽ നടക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ 4-ന് 9 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. പൊതുശ്മശാനത്തിന് ശിലാസ്ഥാപനം നടന്ന് 1 വർഷം പൂർത്തിയാവുന്ന ജൂലൈ 6-ന് DYFI തൊടുപുഴയിൽ കരിദിനം ആചരിക്കും. 5-ന് വൈകിട്ട് ശ്മശാനം നിർമ്മിക്കാൻ ഏറ്റെടുത്ത സ്ഥലത്തേക്ക് മാർച്ച് സംഘടിപ്പിക്കും. 1 വർഷത്തിനകം ശ്മശാനം തുറന്നുകൊടുക്കുമെന്ന് വാഗ്ദാനം നൽകിയ PT തോമസ് MP ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്നും ഒരു മതത്തിന്റെ മാത്രം പ്രശ്നമായി വിഷയത്തെ ലഘൂകരിക്കുന്നത് അംഗീകരിക്കില്ലെന്നും ബ്ലോക്ക് സെക്രട്ടറി R. പ്രശോഭ് പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UN അവാർഡ് നേടിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വ്യാഴാഴ്ച തൊടുപുഴയിൽ സ്വീകരണം നൽകും.
എഞ്ചിനീയറിംഗ് പ്രവേശനം അട്ടിമറിക്കുന്ന UDF സർക്കാർ നയത്തിനെതിരെ SFI നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ച്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF നടത്തുന്ന ജാഥകൾക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നമസ്കാരം.